ഹലോ ഫ്രണ്ട്സ്, ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഞാൻ രമ്യ. എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഓർക്കിഡ് സ്പെഷ്യൽ വീഡിയോയിൽ വരുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ കുറച്ച് സ്പെഷ്യൽ വെറൈറ്റീസാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഫലനോപ്സിസ് ഓർക്കിഡുകളാണ്. അപ്പോൾ ഈ സുന്ദരികളായ ഫലനോപ്സിസുകൾ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നല്ല അട്രാക്റ്റീവായ ഫ്ലവേഴ്സ് കാണുമ്പോഴാണ് ഒന്ന് പിടിച്ചിരിക്കുക. അപ്പോൾ അതിന് വേണ്ടി ഇവരെയൊക്കെ കാട്ടി കൊതിപ്പിക്കാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ നമ്മൾ 3 ഡെൻഡ്രോബിയം ഓർക്കിഡ് സ്പെഷ്യൽ ഡെൻഡ്രോബിയം വെറൈറ്റീസാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നത് ഡെൻഡ്രോബിയം മിയാക്കായ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഈ ഡെൻഡ്രോബിയം വെറൈറ്റിയോട് ഇഷ്ടം തോന്നിക്കൊള്ളണം എന്നില്ല. കുറച്ചുകൂടെ സത്യം പറഞ്ഞാൽ എനിക്കും ഈ ഒരു വെറൈറ്റിയോട് ആദ്യമൊന്നും പ്രത്യേകിച്ച് ഒരു അട്രാക്ഷനൊന്നും തോന്നിയില്ല കേട്ടോ. ഇത് കാണാനിപ്പോൾ എന്തുകൊണ്ട് ഭംഗിയാണുള്ളതെന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷേ നമ്മുടെ ഓർക്കിഡുകളൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി വരുമ്പോൾ അതിൽ ഓരോരോ വെറൈറ്റീസ് കാണുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഫ്ലവേഴ്സ് വിരിഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഭംഗി ശരിക്കുള്ളത് കാണാൻ പറ്റുന്നത്. അപ്പോൾ സെയിലിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മിയാക്കായ് എന്ന് പറഞ്ഞ വെറൈറ്റി എടുക്കുമ്പോൾ നമുക്ക് സ്പെഷ്യൽ വെറൈറ്റികൾ അതുപോലെ സ്പീഷീസുകൾ ചോദിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ വെറൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആസ് എ ബിഗിനർ, ഞാൻ വലിയൊരു കുറേ കാലമായിട്ടുള്ള ഓർക്കിഡ് സെല്ലറൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് കുറേ പഴയ വെറൈറ്റീസ് ഒന്നും ഇല്ല. അപ്പോൾ ഇത് പഴയ വെറൈറ്റി ആണെന്നല്ല കേട്ടോ പറയുന്നത്. എങ്കിൽ പോലും നമുക്ക് നല്ല സ്പെഷ്യൽ വെറൈറ്റീസ് നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എടുത്താണ് മിയാക്കായ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ എണ്ണത്തിൽ കുറവ് പ്ലാന്റ്സ് ആണ് എടുത്തത്. അന്നേരം ഇതിൻ്റെ റഫറൻസ് പിക്ക് കണ്ടിട്ട് ആരും തന്നെ മിയാക്കായ് നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ എല്ലാ മിയാക്കായ് പ്ലാന്റും ഈ ഒരു സീസണിൽ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്യും. വർഷത്തിൽ 1-2 തവണ മാത്രമാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റീസ് ഫ്ലവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് മെയ് കഴിഞ്ഞിട്ടുള്ള ജൂൺ ജൂലൈ മഴക്കാലത്താണ് ഇവർ ബഡ്ഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഫ്ലവർ ചെയ്യുന്നതും. സാധാ ഡെൻഡ്രോബിയം പോലെ 1-1.5 മാസമൊന്നും ഇതിൻ്റെ ഫ്ലവർ നിൽക്കാറില്ല. 2-2.5 ആഴ്ചയാണ് ഈ ഒരു ഫ്ലവർ. ഇതേ ഭംഗിയിൽ വെള്ളവും വെയിലും ഒക്കെ, ഡയറക്റ്റ് വെയിലും അതേപോലെ തന്നെ പൂക്കളിൽ വെള്ളം വീഴാതെയും സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 2.5 ആഴ്ചയ്ക്കാണ് ഈ ഫ്ലവറിൻ്റെ ലൈഫ് ഉണ്ടാകുന്നത്. പക്ഷെ വിരിയുന്ന സമയത്ത് എന്താ പറയുക, ആ ഒരു സ്റ്റെമ്മിൽ അത്യാകർഷകമായി നിറയെ ഇങ്ങനെ പുറ്റുപോലെ ഈ കുഞ്ഞ് ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിയും. അത് നല്ല ഡീപ്പായിട്ടുള്ള പിങ്ക് കളർ തന്നെയാണ് മിയാക്കായ്ക്ക് വരുന്നത്. നമ്മുടെ നൊബൈൽ ഓർക്കിഡൊക്കെ പോലെ തണ്ട് ഒരുപാട് കനത്തിലല്ല. ആ ബിഗിനിങ് കടയിൽ നിന്ന് വരുന്ന തണ്ട് നേർത്തതും അറ്റത്തോട്ട് ഇത്തിരി വണ്ണം കൂടിയിട്ടുമാണ് മിയാക്കായുടെ കെയിൻസ് വരുന്നത്. ഈ കെയിൻസ് ഒരു മെച്ചേർഡ് ആവുന്ന സമയത്ത് അതിൻ്റെ ലീഫുകൾ പൊഴിഞ്ഞു പോവുകയും ലീഫുകളില്ലാത്ത തണ്ടിൽ നിന്ന് ആ തണ്ടിൻ്റെ ഓരോ നോഡിൽ നിന്നുമാണ് കേട്ടോ ബഡ് വരുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മുടെ പ്ലാന്റിന് പ്രായമുണ്ടോ അത്രയും അധികം പൂക്കൾ നമ്മുടെ മിയാക്കായിൽ വരുമെന്നർത്ഥം. അപ്പോൾ അതിസുന്ദരിയായ നല്ല ഡീപ്പ് പിങ്ക് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ മിയാക്കായ്. അടുത്തത് പറയുന്നത് ഡെൻഡ്രോബിയം ഉസിറ്റെ എന്ന് ഈ പറഞ്ഞ പോലെ മിയാക്കായ് പോലെ തന്നെ ഉള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ മിയാക്കായ്ക്ക് പിങ്ക് ഫ്ലവറാണ് കണ്ടതെങ്കിൽ ഉസിറ്റയ്ക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഓറഞ്ച് കളർ വിരിയുന്ന സമയത്ത് നല്ല ഡീപ്പ് ഓറഞ്ച് കളറും വിരിച്ച് കുറഞ്ഞ ദിവസം കഴിഞ്ഞാൽ ആ ഡീപ്പ് ഓറഞ്ചിൽ തന്നെ നല്ലൊരു റെഡ് ലൈൻസും കൂടെ വരുന്നുണ്ട് കേട്ടോ. വിരിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡിലോട്ടും മാറുന്ന വെറൈറ്റിയാണ്. മഴയുള്ള സമയത്ത് തന്നെയാണ് നമ്മുടെ ഉസിറ്റയും ഫ്ലവർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഓരോ കെയിൻസിൻ്റെയും നോഡിൽ നിന്നാണ് ഉസിറ്റയ്ക്കും ഫ്ലവർ വരുന്നത്. ഡെൻഡ്രോബിയം ബുള്ളേനിയത്തിൻ്റെയും അതേപോലെ തന്നെ വായിലുള്ളാത്തൊരു പേരാണ് കേട്ടോ അടുത്തത്. ഗോൾഡ്ഷ്മിറ്റ് ശ്വാനത്തിൻ്റെയും ക്രോസ് ഹൈബ്രിഡ് ആണ് ഈ ഡെൻഡ്രോബിയം ഉസിറ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തവണ കൂടി റിപ്പീറ്റ് ചെയ്യാൻ പറയരുത്, കാരണം വായിക്കാൻ നല്ല പാടുള്ള ഓരോ പേരുകളാണ് കേട്ടോ ഇതിനൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ 2 വെറൈറ്റിയും മിയാക്കായും അതേപോലെ തന്നെ ഉസിറ്റയും ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഇഷ്ടപ്പെടുന്ന വെറൈറ്റീസ് അല്ല. പക്ഷേ ഓർക്കിഡിൻ്റെ വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നവർ സ്വന്തം കളക്ഷനിലേക്ക് തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട അതിമനോഹരമായ പൂക്കൾ തരുന്ന വെറൈറ്റി തന്നെയാണ് മിയാക്കായും ഉസിറ്റെ എന്ന് പറഞ്ഞ വെറൈറ്റീസ്. അപ്പോൾ ഈ 2 വെറൈറ്റിയും നമ്മുടെ ഓൺലൈൻ പ്ലാന്റ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആയ വെറൈറ്റി തന്നെയാണ്. ഇതേപോലെ ഫ്ലവറിങ് നാച്ചർ കാണിക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് മാർക്കറ്റിൽ വളരെ കുറഞ്ഞ വെറൈറ്റീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ മിയാക്കായുടെ അതേപോലെ ഫ്ലവറിങ് നാച്ചറും ഫ്ലവേഴ്സിൻ്റെ കളറൊക്കെ വരുന്ന ഒരു വെറൈറ്റിയാണ് നേരത്തെ ഞാൻ കഷ്ടപ്പെട്ട് പേര് പറഞ്ഞ ഗോൾഡ്ഷ്മിറ്റ് ശ്വാനത്തിൻ്റെ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു വെറൈറ്റിക്ക് ഇത്തിരി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മിയാക്കായ്ക്ക് സ്മെല്ലില്ല, മറ്റേ വെറൈറ്റിക്ക് ഇത്തിരി സുഗന്ധമുള്ളൊരു വെറൈറ്റിയാണ്. പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ നമ്മളെ കണ്ണുകളെ ആകർഷിക്കുന്ന നിറത്തിലുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഡെൻഡ്രോബിയം വിക്ടോറിയ എന്ന് പറയുന്നത്. നല്ല അടിപൊളി ഡീപ്പ് ബ്ലൂ കളറാണ് ഡെൻഡ്രോബിയം വിക്ടോറിയയ്ക്ക്
അപ്പോൾ വെറുതെ ഡെൻഡ്രോബിയം വിക്ടോറിയ എന്ന് പറഞ്ഞാൽ പോരാ, ക്യൂൻ വിക്ടോറിയാസ് ഡെൻഡ്രോബിയം എന്നാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി പറയുന്നത്. എന്താ ഭംഗിയല്ലേ. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കിട്ടിയാൽ തീർച്ചയായും നമ്മുടെ ഷോപ്പിലേക്ക് ഇങ്ങനെ ഒരു വെറൈറ്റി കൂടെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഫ്ലവറിങ് നാച്ചറും ആ ഒരു രീതിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ വെറൈറ്റീസ് വുഡ് മൗണ്ട് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്കറിയുന്ന വിവരങ്ങളെല്ലാം നമ്മൾ ഈ പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പറിലോ നമുക്ക് കമൻ്റായിട്ടോ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ 2 വെറൈറ്റീസും നമ്മുടെ ഓൺലൈൻ പ്ലാന്റ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലാന്റ്സ് വേണ്ടവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി താങ്ക്